ഹായ് ഫ്രണ്ട്സ്, സ്കൂൾ അധ്യാപന കാലഘട്ടത്തിലെ ഒരു എക്സ്പീരിയൻസ്. തീർച്ചയായും അവസാനത്തെ പീരീഡ് 3:45 അന്ന് സ്കൂൾ വിടാറുണ്ട്. ഭയങ്കര റിസ്ക്കിയാണ് എന്ന് പൊതുവെ സംസാരിക്കാറുണ്ട്. കാരണം അവസാനത്തെ പീരീഡിന് പോകുമ്പോഴേക്ക് ഏറ്റെടുക്കാൻ ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആരും തയ്യാറാവുകയില്ല. കാരണം ആ സമയത്ത് കുട്ടികൾ മൊത്തത്തിൽ ടയേർഡായിട്ടുണ്ടാകും. അതിനൊക്കെ പുറമെ അവരുടെ ചിന്ത എപ്പോഴേ വീട്ടിലെത്തിയിട്ടുണ്ടാകും. പിന്നെ അവരെ തിരിച്ച് വിളിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ മാറ്റർ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ, പൊതുവെ സ്കൂളിലെ ഷെഡ്യൂളുകൾ എടുത്ത് നോക്കിയാൽ, ടൈം ടേബിൾ എടുത്ത് നോക്കിയാൽ അതിൽ മാത്സ് ലാസ്റ്റ് പീരീഡ് കാണാറില്ല. കാരണം പൊതുവെ കുട്ടികൾക്ക് മാത്സ് ടഫായതുകൊണ്ട് അത് അവസാന പീരീഡിലേക്ക് ഇടില്ല. ആ കുട്ടിയുടെ ബ്രെയിനും ശരീരവും ഒന്നടങ്കം ക്ഷീണിച്ചിട്ടുണ്ടാകും. ഇനി പുതിയ റിസ്ക്കുള്ള ഒരു കാര്യം പ്രത്യേകിച്ചും ബുദ്ധിയിലേക്ക് കയറുകയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മാത്രവുമല്ല, 10 മണിക്ക് തുടങ്ങുന്ന സ്കൂളിലേക്ക് പോകാൻ ചിലപ്പോൾ ഒരു സ്കൂളിൽ വാൻ കുറവായിരിക്കും. ബസ് 1 or 2 ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 1, 2, 3 ട്രിപ്പുകൾ എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ 8 മണിക്കും 8:30ക്കും ബസ് പുറപ്പെടുന്നുണ്ട്. ഈ കുട്ടി തീർച്ചയായും 8 മണിയുടെ മുമ്പ് ഭക്ഷണം കഴിക്കണം, റെഡിയാവണം, സ്കൂളിലേക്ക് പ്രിപ്പയറായി നിൽക്കണം. എന്നിട്ട് പിന്നെ സ്കൂളിൽ വരുന്നു. പിന്നെ 4 മണിയാകുമ്പോഴേക്ക് സ്കൂള് വിട്ട് കുട്ടി 5-5:15 വീട്ടിലെത്തുന്നത്. ഇത് ഒരു ദിവസമല്ല, സ്ഥിരമായുള്ള പരിപാടിയാണ്. ഈ പറഞ്ഞത് 10 മണിക്ക് തുടങ്ങി 4 മണിയാകുന്നതിന് മുമ്പ് സ്കൂൾ വിടുന്ന അവസ്ഥയാണ്. എന്നാൽ ഇനി അങ്ങനെയല്ല. ഗവൺമെൻറ് തലത്തിൽ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ സ്കൂൾ ടൈം 9:45 തുടങ്ങി 4:15 വരെ, കാമണിക്കൂർ മുമ്പും ശേഷവുമായി അരമണിക്കൂർ കുട്ടികൾക്ക് അധികമായി വിദ്യാഭ്യാസം നൽകണമെന്ന്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതായത് മിക്കവാറും കുട്ടികൾ 8 മണിക്ക് മുമ്പേ ഒരുങ്ങി 5 മണിക്കും ശേഷം 6 മണിയോടടുത്തൊക്കെ വീട്ടിലെത്തുന്നവരുണ്ട്. ഇനി അത് സമയം മാറ്റി 9:45 തുടങ്ങി 4:15 അവസാനിപ്പിക്കുന്ന രീതിയായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ബ്രെയിൻ ഒന്ന് ഫ്രീ ആവാൻ, ഒന്ന് കുട്ടിക്ക് റീഫ്രഷ് ആവാൻ എവിടെയാണ് സമയം? കുട്ടികളുടെ സൈക്കോളജി, മനഃശാസ്ത്രം തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, കുട്ടികളെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത, സൗഹൃദ വിദ്യാലയം, ശിശു സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് വെറുതെ വീമ്പിൽ മാത്രമായി ഒതുങ്ങുന്ന രീതിയിലുള്ള ചില കാട്ടിക്കൂട്ടലുകളാണ് ഇതെന്ന് പറയാതെ വയ്യ. ഒരു പ്രൊഫസറുടെ ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്, BBA പഠിക്കുന്ന, ബിസിനസ് സ്റ്റഡി നടത്തുന്ന കുട്ടികൾക്കൊക്കെ 8 വർഷം മുമ്പുള്ള സിലബസ് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടെന്ന്. എന്താ അവസ്ഥ? ആ സിലബസ് കൊണ്ട് ഈ കുട്ടിക്ക് എന്താ കാര്യം? അന്ന് പഠിപ്പിച്ചതുമായി ഇന്ന് അറ്റർലി ഡിഫറൻ്റാണ്. ആ കുട്ടിക്ക് എന്താണ് മനസ്സിലാവുക? അതുപോലെ ഡോക്ടേഴ്സായാലും എൻജിനീയേഴ്സായാലും അപ്ഡേഷൻ ഇല്ലാതെ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ് എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചു വെച്ച ഒരു അപ്ഡേഷനും നടക്കാത്ത കുറേ സാധനങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്നു. ആ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചല്ല, ആ കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ടല്ല. ഒരു പരിധിവരെ ഒരു കുട്ടിക്ക് ഒരു ആവശ്യവും വരാത്ത കാര്യങ്ങൾ വരെ അവരുടെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഈ സിലബസ് ഒന്ന് മാറ്റി, കാലത്തിനനുസരിച്ച് മാറ്റിയിട്ട് സ്കിൽ ബേസ്ഡ് സിലബസുകൾ നമ്മുടെ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ മാറ്റം. എന്നെങ്കിലും ഒരു കാലത്ത് നല്ല വിദ്യാഭ്യാസ സ്വപ്നങ്ങളും വിദ്യാഭ്യാസ സംസ്കാരങ്ങളും നമ്മുടെ നാട്ടിൽ വരും.
എല്ലാം ശരിയാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.